ഹലോ ഡിയർ ഫ്രണ്ട്സ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷ, റെയിൽവേ, SI, ബാങ്ക് മുതലായ പരീക്ഷ, സെക്രട്ടറി അസിസ്റ്റൻ്റ് മാത്രമല്ല LGS, LSG മുതലായ പരീക്ഷകൾ എല്ലാത്തിനും വേണ്ടി ഉതകുന്ന കുറച്ച് മാത്സാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സെലക്റ്റഡ് ക്വസ്റ്റ്യൻസാണിത്. ഈ മോഡൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മാത്സ് നല്ലതുപോലെ ചെയ്യാൻ പറ്റും. ഞാൻ ഒത്തിരി എപ്പിസോഡുകൾ വേറെ ചെയ്തിട്ടുണ്ട്. മാത്സ് മാത്രമല്ല, വേറെ ടോപ്പിക്കിൽ PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട വേറെ ടോപ്പിക്കുകളിൽ നിന്നും എല്ലാം നിങ്ങൾ കറക്റ്റ് കണ്ട് കേട്ട് മനസ്സിലാക്കുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളതും ഇനി ഇടുന്നതുമായ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 81 km/h വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 6 സെക്കൻഡ് കൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളിനെ മറികടക്കുന്നുവെങ്കിൽ ട്രെയിനിൻ്റെ നീളം എത്ര മീറ്റർ? ഇവിടെ ട്രെയിനിൻ്റെ നീളമാണ് നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത്. 6 സെക്കൻഡ് കൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളിനെ മറികടക്കുകയാണ് 81 km/h സ്പീഡിൽ. നമ്മൾക്കിത് കറക്റ്റായി നോക്കാം. ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് ആ ആളിനെ മറികടക്കാൻ വേണ്ടി ട്രെയിൻ സഞ്ചരിച്ച ദൂരം ആണ്. ഇത് രണ്ടും തുല്യമാണ്. ട്രെയിനിൻ്റെ നീളമാണ് ആ ആളിനെ മറികടക്കാൻ വേണ്ടി ട്രെയിൻ സഞ്ചരിച്ച ദൂരം. അപ്പോൾ നമ്മൾക്കറിയാം, ദൂരം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് വേഗം ഇൻറ്റു സമയമാണ്. അപ്പോൾ വേഗം ഇവിടെ എത്ര തന്നിട്ടുണ്ട്? 81 km/h വേഗം എന്ന് തന്നിട്ടുണ്ട്. എത്ര സെക്കൻഡിലാണ്? സമയം എത്രയാണ്? 6 സെക്കൻഡ്. അപ്പോൾ 2 യൂണിറ്റും നമ്മൾ സെയിം ആക്കി മാറ്റണം. അപ്പോൾ km/h നമ്മൾ മീറ്റർ/സെക്കൻഡാക്കി മാറ്റണം. അപ്പോൾ 81 km/h എന്നുള്ളത് നമ്മൾ മീറ്റർ/സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 81 × 5/18 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. 81 × 5/18 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടുന്നത് 81 കിലോമീറ്ററിനെ നമ്മൾ മീറ്റർ ആക്കുമ്പോൾ 81 × 1000 ആണ്. അതുപോലെ അവറിനെ നമ്മൾ സെക്കൻഡ് ആക്കുമ്പോൾ /60 × 60 ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളിത് ലഘൂകരിച്ചെടുക്കുമ്പോഴാണ് നമ്മൾക്ക് 5/18 എന്ന് കിട്ടുന്നത്. 10/36 എന്ന് കിട്ടും. അതിനെ പിന്നെ നമ്മൾ 5/18 ആക്കി മാറ്റും. 81 × 5/18 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. അതാണ് നമ്മളുടെ വേഗം എന്ന് പറയുന്നത്. സമയം 6 സെക്കൻഡാണ്. അപ്പോൾ വേഗം ഇൻറ്റു സമയം എന്ന് പറയുന്നത് 81 × 5/18 × 6 ആണ്. അത് നമ്മൾക്ക് 135 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 81 km/h വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 6 സെക്കൻഡ് കൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളിനെ മറികടക്കുന്നുവെങ്കിൽ ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് 135 മീറ്ററാണ്. നമ്മൾക്ക് 4 ഓപ്ഷൻസ് ഉള്ളത് 150 മീറ്റർ, 135 മീറ്റർ, 120 മീറ്റർ, 180 മീറ്റർ എന്നാണ്. അതിൽ 135 റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അംശബന്ധത്തിനെ കുറിച്ചുള്ള ഒരു കണക്കാണ്. എയുടെയും ബിയുടെയും വയസ്സുകളുടെ അംശബന്ധം 4:3 ആണ്. 6 വർഷം കഴിഞ്ഞ് എയുടെ വയസ്സ് 26 ആണെങ്കിൽ ബിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? നമ്മൾക്ക് ഇപ്പോഴത്തെ വയസ്സിൻ്റെ അംശബന്ധം തന്നിട്ടുള്ളത് 4:3 ആയ കാരണം നമ്മൾക്ക് ഇപ്പോഴത്തെ വയസ്സിനെ എയുടെ ഇപ്പോഴത്തെ വയസ്സ് 4x എന്നും ബിയുടെ ഇപ്പോഴത്തെ വയസ്സ് 3x എന്നും എടുക്കാം. അംശബന്ധം 4:3 ആയ കാരണം. അപ്പോൾ എയുടെ ഇപ്പോഴത്തെ വയസ്സ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ വയസ്സല്ല, 6 വർഷം കഴിഞ്ഞുള്ള വയസ്സ് നമ്മൾക്ക് തന്നിട്ടുണ്ട് 26 ആണെന്ന്. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് നമ്മൾ 4x എന്ന് എടുക്കുകയാണെങ്കിൽ 4x + 6 6 വർഷം കഴിഞ്ഞുള്ള വയസ്സ് എന്ന് പറയുന്നത് 26 ആയിരിക്കും. 4x + 6 = 26 എന്ന് കിട്ടും. അതിൽ നിന്ന് നമ്മൾക്ക് x കണ്ടുപിടിക്കാം. 4x = 20 എന്ന് കിട്ടും. x 20/4 നമ്മൾക്ക് 5 ആണെന്ന് കിട്ടും. അപ്പോൾ നമ്മൾക്ക് x കിട്ടി. ഇനി ബിയുടെ അംശബന്ധം എത്രയാണ്? 3 ആണ്. ബിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? അപ്പോൾ 3x ആണെന്ന് നമ്മൾ കണ്ടു. ബിയുടെ ഇപ്പോഴത്തെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3x എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ x 5 എന്ന് കിട്ടി. 3 × 5 അത് നമ്മൾക്ക് 15 വയസ്സ് എന്ന് കിട്ടും. അപ്പോൾ ബിയുടെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറയുന്നത് 15 ആണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 15, 18, 20, 22. നമ്മുടെ കറക്റ്റ് ആൻസർ 15 എന്നുള്ളതാണ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അത് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്, പക്ഷേ അത് റീസണിങ്ങിൽ വരുന്നതാണ്. അല്പം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ മുകളിൽ 27 എന്നൊരു സംഖ്യ തന്നിട്ടുണ്ട്. അതിന് താഴെയായിട്ട് 3 സംഖ്യകൾ തന്നിട്ടുണ്ട്: 36, 81, 144. രണ്ടാമത് ഒരു സീരീസ് തന്നിട്ടുണ്ട്. അതിൽ മുകളിലത്തെ സംഖ്യ എന്ന് പറയുന്നത് 22 ആണ്. അതിൻ്റെ താഴത്തെ 3 സംഖ്യകൾ എന്ന് പറയുന്നത് 1, 136, 49 മൂന്നാമത്തെ സീരീസിലെ മൂന്നാമത്തെ മുകളിലത്തെ സംഖ്യ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക എന്നുള്ളത്. താഴത്തെ 3 സംഖ്യകളും തന്നിട്ടുണ്ട്: 225, 324, 400. ഇവിടെ നമ്മൾക്ക് മുകളിൽ തന്നിട്ടുള്ള ആ സംഖ്യയും താഴെ തന്നിട്ടുള്ള സംഖ്യകളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് സീരീസിലെ ഓരോ സംഖ്യകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സീരീസിലെ ആദ്യത്തെ സംഖ്യകൾ എന്ന് പറയുന്നത് 27 കോമൺ ആയിട്ട് തന്നിട്ടുള്ള മുകളിലത്തെ സംഖ്യ. അതിൻ്റെ ഡിവിഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് 36, 81, 144. ഇത് തമ്മിലുള്ള ബന്ധം നമ്മൾക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഈ 27 നമ്മൾക്ക് താഴത്തെ 3 നമ്പറിൽ നിന്നും എങ്ങനെയാണ് കിട്ടിയത് എന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ താഴെ തന്നിട്ടുള്ള 36, 81, 144 എന്നീ സംഖ്യകളുടെ വർഗ്ഗമൂലമെടുത്ത് കൂട്ടുന്നതാണ് മുകളിലത്തെ സംഖ്യയായ 27 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 36ൻ്റെ വർഗ്ഗമൂലം 6ആണ്. 81ൻ്റെ വർഗ്ഗമൂലം 9ആണ്. സ്ക്വയർ റൂട്ട്, അതാണ് വർഗ്ഗമൂലം. 144ൻ്റെ വർഗ്ഗമൂലം 12ആണ്. അപ്പോൾ 6ഉം 9ഉം 12ഉം കൂടെ കൂട്ടുമ്പോൾ നമ്മൾക്ക് 27 എന്ന് കിട്ടും. മുകളിൽ തന്നിട്ടുള്ള കോമൺ സംഖ്യ 27ആണ്, അത് കിട്ടും. സീരീസിലെ രണ്ടാമത്തെ ശ്രേണി നമ്മൾ നോക്കുകയാണെങ്കിൽ 22 കോമൺ സംഖ്യയായിട്ട് തന്നിരിക്കുന്നത്. അതിൻ്റെ ഡിവിഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് 1, 196, 49 അപ്പോൾ 1ൻ്റെ സ്ക്വയർ റൂട്ടും 196ൻ്റെ സ്ക്വയർ റൂട്ടും 49ൻ്റെ സ്ക്വയർ റൂട്ടും നമ്മൾ എടുക്കണം. അപ്പോൾ 1 അധികം 14 അധികം 7 എന്ന് കിട്ടും. അത് നമ്മൾക്ക് 22 എന്ന് കിട്ടും. അപ്പോൾ മുകളിൽ തന്നിട്ടുള്ള 22 എന്ന് പറയുന്നത് താഴത്തെ 3 സംഖ്യകളുടെയും സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം എടുത്ത് കൂട്ടിയതാണ് എന്നറിയാം. അപ്പോൾ സീരീസിലെ മൂന്നാമത്തെ വിട്ടുപോയ സംഖ്യ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ആ മൂന്നാമത്തെ മുകളിലത്തെ സംഖ്യ എന്ന് പറയുന്നത് അതിന് താഴെ തന്നിട്ടുള്ള 3 സംഖ്യകളുടെയും വർഗ്ഗമൂലമെടുത്ത് കൂട്ടുന്നതായിരിക്കും. വർഗ്ഗമൂലം 225ൻ്റെയും 324ൻ്റെയും 400ൻ്റെയും വർഗ്ഗമൂലമെടുത്ത് കൂട്ടുക. അപ്പോൾ 225ൻ്റെ വർഗ്ഗമൂലം 15, 324ൻ്റേത് 18, 400ൻ്റേത് 20. ഇവ തമ്മിൽ കൂട്ടുമ്പോൾ നമ്മൾക്ക് 53 എന്ന് കിട്ടും. അപ്പോൾ ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ എന്ന് പറയുന്നത് നമ്മൾക്ക് 53 ആണ്. നമ്മൾക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: 48, 46, 44, 53. നമ്മളുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 53 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതും റീസണിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കോഡ് ഭാഷയിൽ GIRDLE ഗേർഡിനെ HJSCKD എന്ന് എഴുതിയാൽ സാൽവർ SALVERനെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസും നമ്മൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കോഡ് ഭാഷ GIRDLE അത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? HJSCKD. അപ്പോൾ നമ്മൾ ആദ്യം ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ SALVERനെ എങ്ങനെ എഴുതാമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ GIRDLE, HJSCKD ഇവ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് G കഴിഞ്ഞ് അടുത്ത ലെറ്ററാണ് H, അറിയാമല്ലോ, ഈ GH. അതുപോലെ I കഴിഞ്ഞ അടുത്തതാണ് J, IJ. R കഴിഞ്ഞ് അടുത്തതാണ് S, PQRS, അതിൽ S 6 കഴിഞ്ഞ് അടുത്ത് ഗേർഡിലെ D കഴിഞ്ഞ് C ആണ് തന്നിരിക്കുന്നത്. D കഴിഞ്ഞ് അടുത്ത് നമ്മൾക്ക് E ആണ് അടുത്തതാണെങ്കിൽ, പക്ഷേ C ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ബാക്കിലാണെന്നറിയാം, -1 ആണ്. അതുപോലെ L കഴിഞ്ഞ് K ആണ് തന്നിരിക്കുന്നത്. അതും നമ്മൾക്കറിയാം, L കഴിഞ്ഞ് അടുത്ത ലെറ്റർ അല്ല തന്നിരിക്കുന്നത്, ബാക്കിലത്തെ ലെറ്ററാണ്. അതുപോലെ ഇയുടെയും E കഴിഞ്ഞ് D ആണുള്ളത്, ഇക്ക് പകരം D ആണുള്ളത്. അപ്പോൾ ഫ്രണ്ടിലത്തേതല്ല ബാക്കിലത്തെ ലെറ്ററാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് തന്നിട്ടുള്ള സീരീസിൽ ആദ്യത്തെ 3 ലെറ്റർ മുൻപിലോട്ടുള്ള ഓരോ ലെറ്റർ മുന്നിലോട്ടും
അവസാനത്തെ 3 ലെറ്റർ അതിൻ്റെ ബാക്കിലത്തെ 3 ലെറ്ററുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് സാൽവർ SALVER എന്നുള്ളത് ആദ്യത്തെ SAL നമ്മൾക്ക് മുന്നിലോട്ടുള്ള 3 അക്ഷരം എടുക്കാം. അപ്പോൾ S കഴിഞ്ഞ് T വരും, A കഴിഞ്ഞ് B വരും, L കഴിഞ്ഞ് M വരും. അതുപോലെ VERൻ്റേത് ബാക്കിലുള്ള 3 അക്ഷരം എടുക്കാം. വിയുടെ ഒരു ബാക്കിലുള്ള അക്ഷരം U ആണ്, ഇയുടേത് D ആണ്, ആറിൻ്റേത് Q ആണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് TBMUDQ എന്ന് കിട്ടും. TBMUDQ നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. TBMUDQ, TMCADC, TFBCDA, SFMBDQ. ഇതിൽ നമ്മൾക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് TBMUDQ. നിങ്ങൾ ഈ സീരീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾക്കറിയാം, ആദ്യത്തെ 2 ചെയ്തപ്പോൾ തന്നെ നമ്മൾക്ക് ഓപ്ഷനിൽ വേറെ ഒന്നും TB ആദ്യം വരണത് ഇല്ല. പക്ഷെ നമ്മൾക്ക് ഉറപ്പാണ് ആദ്യത്തെ 2 അക്ഷരം TB എന്നാണെന്ന്. അപ്പോൾ പിന്നെ ബാക്കി 6 അക്ഷരം ചെയ്ത് നോക്കണമെന്നില്ല. TBMUDQ എന്നുള്ള ആൻസർ നമ്മൾക്ക് എടുത്ത് എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സാധാരണ ഇങ്ങനെ റിലേഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാറ്. പക്ഷേ ഇതിൽ ഈ മോഡൽ ക്വസ്റ്റ്യനായിട്ട് തന്നിരിക്കുന്നതിൽ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മനോജിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സരിത പറഞ്ഞു, അവൻ്റെ സഹോദരി എൻ്റെ അമ്മയുടെ ഒരേയൊരു മകളാണ്. എങ്കിൽ സരിതയുടെ അച്ഛൻ മനോജിൻ്റെ ആരാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. മനോജിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സരിത പറഞ്ഞു, അവൻ്റെ സഹോദരി എൻ്റെ അമ്മയുടെ ഒരേയൊരു മകളാണ്. എങ്കിൽ സരിതയുടെ അച്ഛൻ മനോജിൻ്റെ ആരാണ്? ഇപ്പോൾ മനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ സങ്കല്പിക്കുകയാണ്. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സരിത പറയുകയാണ്, അവൻ്റെ സഹോദരി എൻ്റെ അമ്മയുടെ ഒരേയൊരു മകളാണ്. അപ്പോൾ ഞാൻ എൻ്റെ അനിയനെ സങ്കല്പിക്കുകയാണെന്ന് വെച്ചോ മനോജിൻ്റെ സ്ഥാനത്ത്. എനിക്കൊരു സോഹൻലാൽ എന്നൊരു അനിയനുണ്ട്. ആ അനിയനെ ഞാൻ സങ്കല്പിക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ ആ സഹോദരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, അവൻ്റെ സഹോദരി എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകളാണ്. എങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തോന്നാണ്? ബ്രദറും സിസ്റ്ററും ആയിരിക്കുമല്ലോ. ഇപ്പോൾ എൻ്റെ അനിയൻ്റെ ചേച്ചിയായ ഞാൻ പറയുകയാണ്, അവൻ്റെ സഹോദരി എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകളാണെന്ന്. എങ്കിൽ ആ മകൾ ഞാനായിരിക്കുമല്ലോ. എങ്കിൽ റിലേഷൻ ചോദിച്ചിരിക്കുന്നത്, എങ്കിൽ സരിതയുടെ അച്ഛൻ മനോജിൻ്റെ ആരാണ്? സരിതയുടെ അച്ഛൻ മനോജിൻ്റെ അച്ഛനാണ്. രണ്ടുപേരും ഇളയതല്ലേ, ഇളയത് മൂത്തതുമല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സരിതയുടെ അച്ഛനും മനോജിൻ്റെ അച്ഛനും 1 ആണ് ആൻസർ. നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സഹോദരൻ, അളിയൻ, അച്ഛൻ, അപ്പൂപ്പൻ. ഇതിൽ അച്ഛൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ, അച്ഛൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതിന് റൂൾ ഒന്നേ ഉള്ളൂ. ആ റൂള് മനസ്സിലാക്കിയിരുന്നാൽ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾക്ക് ചെയ്യാം. ഞാൻ ചെയ്യുന്ന ഈ മാത്സ് എല്ലാം ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് ആ മോഡലിൽ വരുന്ന ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. 2003 ജനുവരി 10 ഞായറായാൽ 2019 ജനുവരി 10 ഏത് മാസമായിരിക്കും? 2003 ജനുവരി 10 ഞായറായാൽ 2019 ജനുവരി 10 ഏത് ദിവസമായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2003 ജനുവരി 10 ഞായറെന്ന് തന്നിട്ടുണ്ട്. 2019 ജനുവരി 10 കണ്ടുപിടിക്കാനുണ്ട്. 2003 2019 തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ആദ്യം എടുക്കണം. 2003 കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാലാണ് 2019 വരുന്നത്? ആ ഡിഫറൻസ്, ആകെ വർഷം എന്ന് പറയുന്നത് ആ ഡിഫറൻസാണ്. അത് 16 വർഷം എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ജാനുവരി മുതൽ അടുത്ത 2019 ജാനുവരി 10 വരെ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ ഈ 16 വർഷം നമ്മൾ ആദ്യം ആഡ് ചെയ്യേണ്ടി വരും. നമ്മൾക്ക് 16 വർഷത്തെ ഡിഫറൻസ് ഉള്ള കാരണം. പിന്നെ ഈ 16 വർഷത്തിൽ എത്ര അതിവർഷമുണ്ട് എന്ന് കണ്ടുപിടിക്കണം. നമ്മൾക്കറിയാമല്ലോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോണത് അതിവർഷമാണ്. ഇവിടെ 2004, 2008, 2012, 2016 ഇങ്ങനെ 4 അതിവർഷം കിട്ടും 2003നും 2019നും ഇടയിൽ. അപ്പോൾ അതും നമ്മൾ കൂട്ടും. അപ്പോൾ 16 വർഷവും പിന്നെ ഈ 4 അതിവർഷവും കൂടെ കൂട്ടി 20 എന്ന് കിട്ടും.
അപ്പോൾ ആ 20-നെ നമ്മൾ എത്ര ആഴ്ചയാണ് ആ 20-ൽ ഫുള്ള് കവർ ചെയ്യുന്നത്? 2 ആഴ്ചയെ നമ്മൾക്ക് ഫുള്ള് കവർ ചെയ്യുകയുള്ളൂ. 14 ദിവസം കവർ ചെയ്യും. 20/7 എടുക്കുകയാണെങ്കിൽ 2 ആഴ്ച കവർ ചെയ്യും. പിന്നെ അതിൽ ബാക്കി നമുക്ക് വരുന്നത് 6 ദിവസം വരും. 3 ആഴ്ച കവർ ചെയ്ത് ഒരാഴ്ച കംപ്ലീറ്റ് കവർ ചെയ്തിരുന്നുവെങ്കിൽ സെയിം ദിവസം തന്നെ വരുമായിരുന്നു. പക്ഷേ ഇവിടെ 2 ആഴ്ചയെ ഫുള്ള് കവർ ചെയ്തുള്ളൂ. 3-ാമത്തെ ആഴ്ചയിൽ 6 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് 2019 ജനുവരി 10 എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഞായറാണല്ലോ ജനുവരി 10 നമ്മൾക്ക് 2003 തന്നിരിക്കുന്നത്. ആ ഞായറിൻ്റെ ഒപ്പം നമ്മൾ 6 ദിവസം കൂടെ മുന്നോട്ട് കൂട്ടണം. അപ്പോൾ നമ്മൾക്ക് അടുത്ത ശനി എന്ന് കിട്ടും. 2019 ജനുവരി 10 എന്ന് പറയുന്നത് ഒരു ശനിയാണ്. അത് ഏത് ദിവസം എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഒരു ശനിയാഴ്ചയാണ്. 6 ശിഷ്ടം വന്ന കാരണമാണ് ശനിയായത്. ഇപ്പോൾ 7 നമ്മൾക്ക് കറക്റ്റ് വന്നിരുന്നതെങ്കിൽ അതൊരു ഞായറാകുമായിരുന്നു. 5 വന്നതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ബാക്കിലോട്ട് പോകുമായിരുന്നു, വെള്ളിയാകുമായിരുന്നു. അങ്ങനെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമാന ബന്ധം കണ്ടെത്തുക എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഉണ്ട്. ആ സീരീസിൽ രണ്ടെണ്ണം തമ്മിലുള്ള സിമിലാരിറ്റി എന്താണെന്ന് തന്നിട്ടുണ്ട്. 3ഉം 4ഉം തമ്മിലുള്ളത് സിമിലാരിറ്റി എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടെ തന്നിരിക്കുന്നത് നെറ്റ് എന്ന് പറയുന്നത് 13227 എന്ന ഒരു സംഖ്യയാണ്. അതുപോലെ യാം എന്നതിന് പകരം വയ്ക്കുന്ന സംഖ്യ ഏത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ സീരീസ് എന്ന് പറയുന്നത് NETക്ക് സമാന ബന്ധം കാണിക്കുന്നത് 13227 എന്ന സംഖ്യയാണ്. അതുപോലെ യാമിന് സമാനമായത് കണ്ടെത്തുക എന്നുള്ളതാണ്. YAM യാമിന്. അപ്പോൾ നമ്മൾക്ക് NETയും 13227 തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ളത് ആ ABCD ആൽഫബറ്റ് കംപ്ലീറ്റ് ആദ്യം അങ്ങ് എഴുതുക. സ്പീഡിന് ABCD ആൽഫബറ്റ് ഒരു സൈഡിൽ നമ്മൾ എഴുതുക. എങ്കിൽ മാത്രമേ നമ്മൾക്കിത് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ മനസ്സിൽ അത്രത്തോളം ഓർത്ത് വെച്ച് നമ്മൾ കണ്ടുപിടിച്ച് കൈകൊണ്ട് വിരലുകളൊക്കെ എണ്ണി കണ്ടുപിടിച്ച് എളുപ്പം എഴുതണം. അങ്ങനെ മനസ്സിൽ ഓർമ്മ നിന്ന് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ABCD എഴുതിയിടുക എന്നുള്ളതാണ് സൊല്യൂഷൻ. അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയണം. അപ്പോൾ NET ഇത് ഇപ്പോൾ നമ്മൾ ആൽഫബറ്റ് കറക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ NETയിലെ എന്നിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 13ആണ് എന്നിൻ്റെ സ്ഥാനം. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എടുക്കണം. ഇസഡിനെ 1 എന്നും Y 2 എന്നും ആ രീതിയിൽ എടുക്കണം. അപ്പോൾ N എന്ന് പറയുന്നത് 13 എന്ന് കിട്ടും. അതുപോലെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എണ്ണുമ്പോൾ എന്ന് പറയുന്നത് 22-ാമത്തെ സ്ഥാനമാണ് വരുന്നത്. ABCD 4 പോകും 26 അക്ഷരത്തിൽ. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ 22-ാമത് വരും. T എന്ന് പറയുന്നത് നമ്മൾക്ക് 7-ാമത്തെ സ്ഥാനമാണ് T എന്ന് വരുന്നത്. 7-ാമത്തെ സ്ഥാനം ബാക്കിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന റിലേഷൻ അങ്ങനെയാണ്. ഇപ്പോൾ Nന് 13, Eക്ക് 22, Tക്ക് 7. അപ്പോൾ 13, 22, 7 അതാണ് 13227 എന്ന് ഞാൻ ആദ്യം വായിച്ച ആ സംഖ്യ. 13, 22, 7 അതാണ് NET. അപ്പോൾ YAM എങ്ങനെ വരും? അതും Yക്ക് നമ്മൾ ബാക്കിൽ നിന്ന് എടുക്കുമ്പോൾ Yക്ക് 2 വരും. Aക്ക് എത്ര വരും? Aക്ക് നിങ്ങൾക്കറിയാമല്ലോ, ബാക്കിൽ നിന്ന് എടുക്കുമ്പോൾ 26-ാമത്തെ അക്ഷരമായിരിക്കും. 26-ാമത്തെ അക്ഷരമായിരിക്കും A എന്ന് പറയുന്നത്. അടുത്ത് M എന്ന് പറയുന്നത് 14-ാമത്തെ അക്ഷരമാണ്. ബാക്കിൽ നിന്ന് എടുക്കുമ്പോൾ 14-ാമത്തെ അക്ഷരം. അപ്പോൾ YAM എന്ന് പറയുന്നത് 22, 2, 26, 14 2, 26, 14 എന്നുള്ള ഒരു സംഖ്യയായിരിക്കും. നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 2, 26, 14 നമ്മൾക്ക് 2, 26, 14 വായിക്കാൻ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 2, 2, 6, 1, 4 എന്നേ നമ്മൾക്ക് വായിക്കാൻ പറ്റുകയുള്ളൂ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 2, 2, 6, 1, 4, 2, 5, 1, 1, 4, 2, 3, 8, 1, 6, 2, 2, 1, 5, 1. നമ്മൾക്ക് കറക്റ്റ് ആൻസർ നമ്മൾക്ക് കിട്ടിയത് 2, 2, 6, 1, 4, 2, 26, 14. അതാണ് സമാന ബന്ധം യാമിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എളുപ്പം ഒരു പേപ്പറും പേനയൊക്കെ കയ്യിൽ വെച്ചോളൂ.
രാജു 40 മീറ്റർ തൻ്റെ ഓഫീസിൽ നിന്ന് വടക്ക് ദിശയിലേക്ക് നടന്നു. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 8 മീറ്റർ വീണ്ടും നടന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 34 മീറ്റർ നടന്നു. എങ്കിൽ രാജു ഇപ്പോൾ തൻ്റെ ഓഫീസിൽ നിന്ന് എത്ര ദൂരത്തിലാണ്? നമ്മൾക്കറിയാം രാജു ഒരു എ എന്നൊരു പോയിന്റിൽ നിൽക്കണമെന്ന് വെച്ചോ. അവിടെ നിന്ന് വടക്ക് നമ്മൾക്ക് മുകളിലോട്ടൊരു വര വരച്ചാൽ രാജു വടക്കോട്ട് 40 മീറ്റർ പോയി. അപ്പോൾ മുകളിലോട്ടൊരു വര വരച്ചാൽ അവിടോട്ട് വടക്കോട്ട് 40 മീറ്റർ പോയി. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് എന്ന് പറയുമ്പോൾ നോർത്താണ് നമ്മൾ വരച്ചത്. അപ്പോൾ ഈസ്റ്റിലോട്ട്, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അറിയാമല്ലോ. അപ്പോൾ ഈസ്റ്റിലോട്ട് പിന്നെ 8 മീറ്റർ നടന്നു. അതാണ് രാജുവിൻ്റെ വലത്തോട്ട് തിരിഞ്ഞ് നടക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് ഈസ്റ്റിലോട്ട് 8 മീറ്റർ നടന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 34 മീറ്റർ നടന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് നടക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൗത്തിലോട്ടാണ് നടക്കുന്നത്. അപ്പോൾ സൗത്തിലോട്ട് 34 മീറ്റർ നടന്നു. എങ്കിൽ രാജു ഇപ്പോൾ തൻ്റെ ഓഫീസിൽ നിന്ന് എത്ര ദൂരത്തിലാണ്? അപ്പോൾ നമ്മൾക്കറിയാം മുകളിലോട്ട് 40 മീറ്റർ പോയി 8 മീറ്റർ വലത്തോട്ട് നടന്നിട്ട് താഴോട്ട് തന്നെ പിന്നെ 34 മീറ്റർ വന്നു. അപ്പോൾ ശരിക്കും ഒറിജിനൽ പോയിന്റിൽ നിന്നും വടക്കോട്ട് എത്രയെന്ന് ചോദിച്ചാൽ വടക്കോട്ട് 6 മീറ്റർ മാറിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 34 മീറ്റർ താഴോട്ട് വന്നല്ലോ, അത് കാരണം. പിന്നെ നേരെ സ്ട്രെയിറ്റാണ് നടന്ന ദൂരം എന്ന് പറഞ്ഞാൽ ഈസ്റ്റിലോട്ട് നടന്ന ദൂരം 8 മീറ്ററാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ 8 മീറ്റർ ആണ് ഒരു നമ്മൾക്കിതിനെ ഒരു ട്രയാങ്കിളായിട്ട് സങ്കല്പിക്കാം. കാരണം 40 മീറ്റർ പോയി 34 മീറ്ററേ താഴോട്ട് ഇറങ്ങിയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും ഇവിടെ നമ്മൾക്ക്. ആ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ആ 40 മീറ്ററും 34 മീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾക്ക് ഒരു സൈഡ്, ഏറ്റവും ചെറിയ സൈഡ് നമ്മൾക്ക് 6 മീറ്റർ എന്ന് കിട്ടും. പിന്നെ അതിന് ഈസ്റ്റിലോട്ട് പോയ ആ ദൂരം എന്ന് പറയുന്നത് അതിൻ്റെ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ്, അത് 8 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾക്ക് നീളം കൂടിയ മൂന്നാമത്തെ സൈഡ് ഈ 40 മീറ്റർ ഇറങ്ങിയതിൽ നിന്നും 34 മീറ്റർ ഇറങ്ങിയതിൽ നിന്നും തുടക്കത്തിലെ 40 മീറ്ററിലോട്ട് കണക്ട് ചെയ്യുന്ന ആ സൈഡാണ് ഏറ്റവും വലിയ സൈഡ് ട്രയാങ്കിളിൻ്റെ. അത് കണ്ടുപിടിക്കണം. അതാണ് നമ്മളുടെ ഇനി എത്ര ദൂരം എന്നുള്ളത്, ഓഫീസിൽ നിന്ന് രാജു ഇപ്പോൾ എത്ര ദൂരത്തിലാണ് എന്നുള്ളതിൻ്റെ ആൻസർ ആ വലിയ ട്രയാങ്കിളിൻ്റെ വലിയ സൈഡാണ്. അപ്പോൾ നമ്മൾക്ക് ചെറിയ 2 സൈഡും 6ഉം 8ഉം എന്ന് കിട്ടി. മൂന്നാമത്തെ വലിയ സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡിലെ നീളമുള്ള സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ ചെറിയ 2 സൈഡിൻ്റെയും സ്ക്വയർ എടുത്ത് സ്ക്വയർ കൂട്ടിയതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക എന്നുള്ളതാണ്. സ്ക്വയർ കൂട്ടിയതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ആണ്. 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എത്രയാണ്? 6 സ്ക്വയർ 36, 8 സ്ക്വയർ 64. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 36 പ്ലസ് 64, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 100 എന്ന് കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 100 എത്രയാണ്? 10 മീറ്റർ. അപ്പോൾ ഇപ്പോൾ രാജുവിൻ്റെ ഓഫീസിൽ നിന്ന് 10 മീറ്റർ ദൂരത്തിലാണ് നിൽക്കുന്നത്. നമ്മൾക്ക് ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 6 മീറ്റർ, 12 മീറ്റർ, 10 മീറ്റർ, 14 മീറ്റർ. നമ്മൾക്ക് കിട്ടിയ ആൻസർ 10 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. താഴെ തന്നിട്ടുള്ള സംഖ്യകളിലെ ഒറ്റയാൻ ഏത്? ഇവിടെ നമ്മൾക്ക് 5 സംഖ്യകൾ തന്നിട്ടുണ്ട്. 72 93, 79 22, 99 03, 55 56, 82 66 ഇങ്ങനെയുള്ള 5 സംഖ്യകൾ തന്നിട്ടുണ്ട്. 7293, 8922, 9903, 5556, 8266. ഇതിലെ ഒറ്റയാൻ ഏത് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾക്ക് അറിയാം ഈ എല്ലാ സംഖ്യകളും ഇപ്പോൾ 7293 ആ ഡിജിറ്റുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമ്മൾക്ക് 7 + 2 + 9 + 3 എന്ന് പറയുന്നത് 21 ആണ്. അതുപോലെ 8922വിലും 8 + 9 + 2 + 2 എന്ന് പറയുന്നത് 21 ആണ്. 9903യിലും അതുപോലെ 5556ലും അതുപോലെ. നമ്മൾക്ക് ടോട്ടൽ കൂട്ടുമ്പോൾ 21 വരാത്തത് 8266 മാത്രമാണ്. അതിൽ നമ്മൾക്ക് 22 എന്ന് വരും. 21ന് പകരം 22 എന്ന് വരും. ബാക്കി 4 സംഖ്യകളിലും ടോട്ടൽ അതിൻ്റെ ഡിജിറ്റുകളുടെ ടോട്ടൽ വരുന്നത് 21 ആണ്. അപ്പോൾ ഇവിടുത്തെ ഒറ്റയാൻ എന്ന് പറയുന്നത് ടോട്ടൽ 21 വരാത്ത ലാസ്റ്റ് സംഖ്യയായ 8266 ആണ്. നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 8922, 9903, 8266,
7293. ഇതിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 8266 ആണ്. 8266. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിട്ടുള്ള സംഖ്യാശ്രേണിയുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരി ഏത്? ഇവിടെ ഒരു സംഖ്യാശ്രേണി തന്നിട്ടുണ്ട്. 23456, 23453, 2897, 615, 1689, 3256 എന്ന് തുടങ്ങുന്ന ഒരു സംഖ്യാശ്രേണിയാണ്. ഇതിൽ രണ്ട് പ്രസ്താവന തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന സംഖ്യാശ്രേണിയിൽ ഇരട്ട സംഖ്യ നടുക്കായും മുൻപും പിൻപും ഒറ്റ സംഖ്യ വരുന്നതുമായ 3 സന്ദർഭങ്ങളുണ്ട്. അതാണ് ഒന്നാമത്തെ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് സംഖ്യാശ്രേണിയിൽ തുടർച്ചയായ 2 സംഖ്യകളുടെ വ്യത്യാസം 6ഓ 2ഓ വരുന്ന സന്ദർഭങ്ങൾ 4 തവണയാണ്. 6ഓ 2ഓ വ്യത്യാസം വരണം അടുത്തടുത്തുള്ള 2 സംഖ്യകൾ തമ്മിൽ. ഈ 2 പ്രസ്താവനയും നമ്മൾക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം, ഈ സംഖ്യാശ്രേണിയിൽ നിന്ന്. എന്നിട്ട് ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ള 2 മാത്രം ശരി, 1 മാത്രം ശരി, 2 പ്രസ്താവനയും ശരി, 2 പ്രസ്താവനയും തെറ്റ് എന്നുള്ള 4 ഓപ്ഷനിൽ നിന്നും നമ്മൾക്ക് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കണം. നമ്മൾക്കിവിടെ ആദ്യത്തെ പ്രസ്താവന നോക്കാം. സംഖ്യാശ്രേണിയിൽ ഇരട്ട സംഖ്യ നടുക്കായും മുൻപും പിൻപും ഒറ്റ സംഖ്യ വരുന്നതുമായ 3 സന്ദർഭങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് നോക്കാം. നമ്മളുടെ ശ്രേണിയിൽ 23456, 2345, 3289, 761, 5168, 93256 ഇതിലെ നടുക്ക് ഇരട്ടയും 2 അറ്റത്തും ഒറ്റ വരുന്നത് 345, 2345 എന്ന് തുടങ്ങുന്നത് അതിൽ 345 അതിൽ തന്നെ നടുക്ക് ഇരട്ടയും 2 അറ്റത്തും ഒറ്റയുമാണ്. പിന്നെ അത് കഴിഞ്ഞ് 62 കഴിഞ്ഞ് 345 എന്നുണ്ടല്ലോ, ആ 345ൽ നടുക്ക് 4ഉം 2 അറ്റത്തും 3ഉം 5ഉം ഒറ്റ സംഖ്യകളാണ്. അതുപോലെ അത് കഴിഞ്ഞ് 3289 കഴിഞ്ഞ് 761 ഉണ്ട്. അതിൽ 7ഉം 1ഉം ഒറ്റയാണ്, നടുക്ക് 6 ഇരട്ടയാണ്. പിന്നെ അതുപോലെ അത് കഴിഞ്ഞ് 51689 കഴിഞ്ഞിട്ടുള്ള 325ൽ 3ഉം 5ഉം ഒറ്റയാണ്, നടുക്ക് 2ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ 1, 2, 3, 4 സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഈ പ്രസ്താവന 1 വരണുണ്ട്. അപ്പോൾ നമ്മൾക്ക് പ്രസ്താവന 1ൽ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 3 സന്ദർഭങ്ങളുണ്ടെന്നാണ്. അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ്. നമ്മൾക്കിവിടെ 4 സന്ദർഭങ്ങളിൽ ഇരട്ട സംഖ്യ നടുക്കും മുൻപും പിൻപും ഒറ്റ സംഖ്യയും വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റ് എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ പ്രസ്താവന പരിശോധിക്കാം. തുടർച്ചയായ 2 സംഖ്യകളുടെ വ്യത്യാസം 6 അല്ലെങ്കിൽ 2 വരണമെന്നാണ്. നമ്മൾക്ക് ഈ സംഖ്യാശ്രേണിയിൽ തുടർച്ചയായി 2 സംഖ്യകളുടെ വ്യത്യാസം 6ഓ 2ഓ വരുന്നത് നമ്മൾ ഈ ആദ്യം 2 3 4 5 6 2 3 4 എന്നൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 5 3 2 8 9 7 അങ്ങനെ വരുന്ന ആ സ്ഥലത്തെത്തുമ്പോൾ 5 3 2 8 9 7 അതിനടുത്തെത്തുമ്പോൾ നമുക്ക് 2ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾക്കറിയാമല്ലോ. 2ഉം 8ഉം തമ്മിൽ നമ്മൾക്ക് ഡിഫറൻസ് 6 എന്ന് കിട്ടും. 9 7 തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾക്ക് 2 എന്ന് കിട്ടും. 5ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾക്ക് 2 എന്ന് കിട്ടും. 5 3 2 8 9 7 അതിൽ 5 3 ഡിഫറൻസ് 2 ആണ്, 2 8ൻ്റെ ഡിഫറൻസ് 6 ആണ്, 9 7ൻ്റെ ഡിഫറൻസ് 2 ആണ്. അതുപോലെ അത് കഴിഞ്ഞ് പിന്നെ 6 1 5 1 ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ 6 8 9 3 അങ്ങനെ വരണുണ്ടല്ലോ. അതിൽ 6 8 അതിൻ്റെ ഡിഫറൻസ് 2 ആണ്, 9 3 അതിൻ്റെ ഡിഫറൻസ് 6 ആണ്. അപ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ 5 സ്ഥലങ്ങളിൽ വരണുണ്ട്. ഡിഫറൻസ് 2ഓ 6ഓ വരുന്ന 5 സ്ഥലങ്ങൾ നമ്മൾക്ക് ഇവിടെ കാണാം. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഞാൻ സീരീസ് ആദ്യം മുതൽ വായിക്കുകയാണ്. 2 3 4 5 6 2 3 4 അത് കഴിഞ്ഞിട്ട് വരണ 5 3 ഡിഫറൻസ് 2, 2 8 ഡിഫറൻസ് 6, 9 7 ഡിഫറൻസ് 2. അത് കഴിഞ്ഞ് പിന്നെ 6 1 5 1ൽ ഒന്നുമില്ല. അത് കഴിഞ്ഞ് 6 8ൽ ഡിഫറൻസ് 2, 9 3ൽ ഡിഫറൻസ് 6. അങ്ങനെ 5 സ്ഥലങ്ങളിൽ നമ്മൾക്ക് ഇവിടെ ഡിഫറൻസ് 2ഓ 6ഓ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന 5 സന്ദർഭങ്ങൾ ഇവിടെയുണ്ട്. നമ്മളെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് എന്തോ ആണെന്ന് വെച്ചാൽ ഈ 2ഓ 6ഓ റിപ്പീറ്റ് ചെയ്ത് 2ഓ 6ഓ ഡിഫറൻസ് വരുന്നത് 4 തവണ എന്നാണ്. പക്ഷേ അല്ല, നമ്മൾക്ക് 5 തവണ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ 2 പ്രസ്താവനയും ശരിക്കും
തെറ്റാണ്. പ്രസ്താവന 1 മാത്രം ശരി, 2 മാത്രം ശരി, എല്ലാം ശരി, എല്ലാം തെറ്റെന്നുള്ളതിൽ പ്രസ്താവന എല്ലാം തെറ്റ് എന്നുള്ളതാണ് നമ്മളുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. പ്രസ്താവന 2 നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇരട്ട സംഖ്യ നടുക്കായും മുൻപും പിൻപും ഒറ്റ സംഖ്യ വരുന്നതുമായ 3 സന്ദർഭങ്ങളുണ്ടെന്നായിരുന്നു. അത് 3 സന്ദർഭങ്ങളല്ല, നമ്മൾക്ക് ഇവിടെ 4 സന്ദർഭങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ സംഖ്യാശ്രേണിയിൽ തുടർച്ചയായ 2 സംഖ്യകളുടെ വ്യത്യാസം 6ഓ 2ഓ വരുന്നത് 4 തവണയാണെന്നാണ് പ്രസ്താവനയിൽ തന്നിട്ടുള്ളത്. പക്ഷേ അല്ല, 5 തവണ ആ ഡിഫറൻസ് 2ഓ 6ഓ വരുന്നത് 5 തവണ നമ്മൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഈ പ്രസ്താവന 2ഉം തെറ്റാണ് എന്ന് നമ്മൾക്ക് നിസ്സംശയം പറയാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒത്തിരി LGSന് വേണ്ടിയും മറ്റ് PSCയുടെ പല പല പരീക്ഷകൾക്ക് വേണ്ടിയും തയ്യാറാക്കിയ ഒത്തിരി വീഡിയോ ഞാൻ എൻ്റെ ചാനലുകളിൽ ഇട്ടിട്ടുണ്ട്. ഇതിന് സമാനമായ രീതിയിലുള്ള ഒത്തിരി മാത്സ് പ്രോബ്ലംസും ഞാൻ സോൾവ് ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാം നിങ്ങൾ വിശദമായി പോയി കണ്ട് മനസ്സിലാക്കുക. ഒരു മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ നല്ലതായി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ മോഡലിൽ വരുന്ന ഏത് ക്വസ്റ്റ്യൻ വേണോ പിന്നെ ആൻസർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ എല്ലാ മാത്സ് മാത്രമല്ല, ഞാൻ GKയും കറണ്ട് അഫേഴ്സും ഇംഗ്ലീഷ് മലയാളം എല്ലാം ഞാൻ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കറക്റ്റായി കണ്ട് എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇന്നത്തെ ഈ എല്ലാ പ്രോബ്ലവും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് എഴുതി ഫുൾ മാർക്കും വാങ്ങിക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ പഴയതും പുതിയതുമായ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി നല്ല ഗവൺമെൻറ് എംപ്ലോയി ആയി മാറുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.